ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരുന്ന ലഹരി വിരുദ്ധ റാലി ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ചു. ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര സദസ്സിനെ സംബോധന ചെയ്ത് സംസാരിച്ചു. മുൻപ് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നാം കരുതിയിരുന്നത് ഈ ലഹരി എന്ന മഹാവിപത്ത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു കാര്യമായി മാത്രമാണ് നാം കണ്ടിരുന്നത്. പക്ഷെ അതല്ല, ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കുടുംബത്തിൽ പോലും അന്തിയുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഹാവിപത്ത് ഈ ലഹരിയിൽ നിന്നും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറ ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിത് നിർത്തിയേ മതിയാവും. കേരള എക്സൈസ് വകുപ്പ് കഴിഞ്ഞ 2010 മുതൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനവുമായും സമൂഹത്തെ വളരെയേറെ രീതിയിൽ ബോധവൽക്കരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഡോൺ ബോസ്കോ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ ഈ രംഗവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിയതിൽ കേരള എക്സൈസ് വകുപ്പിൻ്റെയും പറവൂരിലെ എക്സൈസ് ജീവനക്കാരുടെയും എല്ലാം അകമഴിഞ്ഞ ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനങ്ങളും. നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനും എക്സൈസ് ഓഫീസും റാലിയിൽ പങ്കെടുത്തു. മുനമ്പം ജംഗ്ഷൻ വഴി നഗരമധ്യത്തിലൂടെ നയിക്കപ്പെട്ട റാലി പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രേക്ഷകർ പങ്കെടുത്ത സമാപന ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിസ് പ്രസംഗിച്ചു. സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ അഭിനയിച്ച മൈം ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെ പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.